ഹായ് ഹലോ, ഞാൻ ഇന്നിവിടെ ഒരു ചീസി ക്രീമി പാസ്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതൊരു ഇറ്റാലിയൻ കുസീനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. പാസ്ത പലതരത്തിലുണ്ട്. ഈ പാസ്തയ്ക്ക് പറയുന്ന പേര് പെന്നെ പാസ്ത എന്നാണ്. ഇതുകൂടാതെ സ്പെഗറ്റി, ഫ്യൂസിലി, മാക്രോണി അങ്ങനെ പലതരത്തിലുണ്ട് പാസ്ത. ഞാനിന്നിവിടെ പെന്നെ പാസ്തയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. എന്നാൽ ഇനി സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പാസ്ത ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. പാസ്ത കുക്കാവുമ്പോഴേക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 10 മുതൽ 12 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതിയാകും. പാസ്ത ഒരു 90% മാത്രം വെന്ത് കിട്ടിയാൽ മതിയാകും. അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. ഇപ്പൊ ഇവിടെ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇത് മറക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. കാരണം ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മറക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇത് കുക്കായെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു സ്പൂണിൽ ഒരു പാസ്ത എടുത്ത് മറ്റേ സ്പൂണും കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അത് 2ആയിട്ട് കട്ടാവുകയാണെങ്കിൽ അത് കുക്കായെന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ വേവിച്ചു കഴിഞ്ഞാൽ അത് വെന്തു പോകും, പിന്നെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ഇത്രയും വേവിച്ചാൽ മതിയാകും. നമുക്കിനി ഇതൊരു സ്ട്രെയിനർ കൊണ്ട് ഊറ്റി എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ചൂടുകട്ടിയുള്ള പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഗാർലിക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഗാർലിക് എല്ലാം വഴണ്ട് അതിൻ്റെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് മൈദയുടെ പച്ച മണമൊക്കെ മാറി ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മൈദയ്ക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒറ്റയടിക്കല കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ മൈദ കട്ട പിടിച്ചു പോകും. ഞാനിവിടെ 3-4 പ്രാവശ്യമായിട്ടാണ് പാല് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മൈദയും പാലും എല്ലാം നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമുക്ക് ചേർത്തിളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഓറിഗാനോ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് പെപ്പർ ഒരു 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് ഫ്രഷ് ക്രീം, 3/4 കപ്പ് ചീസ്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചായിട്ട് പാസ്ത ചേർക്കുകയാണ്. ഈ പാസ്ത സോസുമായിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടെ ഓറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ നമുക്ക് കഴിക്കാം. മക്കൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.